അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ ചായ തിളയ്ക്കുന്നതിന് മുമ്പേ താണ്ടെ ഒരു പ്ലേറ്റ് നിറയെ ചായക്കടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതും വെറും അരിപ്പൊടിയും മുട്ടയും കൊണ്ട് മാത്രം. ഇത് രണ്ടും മാത്രം കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടി തയ്യാറാക്കിയാലോ? അതെങ്ങനെ തയ്യാറാക്കിയെന്ന് കണ്ടാലോ നമുക്ക്? അതിനുമ്പ് എന്നും പറഞ്ഞാലോ കൂട്ടുകാരെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്നേരെ വീഡിയോ ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 300 ഗ്രാമോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിന്റെയോ ഇടിയപ്പത്തിന്റെയോ ഏത് പൊടിയായാലും കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിയാണ്. ചെറിയ ഉള്ളിയായാലും വലിയ ഉള്ളിയായാലും കുഴപ്പമില്ല, പൊടിയായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടേക്കാം. പാകത്തിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പും കൂടെ ഇടാം. എരിവിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പച്ചമുളക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിടും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഉഴുന്ന വടക്കൊക്കെ കുഴച്ചെടുക്കത്തില്ല, അതേ കണക്കൊന്ന് അത്രയും കട്ടിക്ക് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ ഉഴുന്ന വടക്ക് കൈ കൊണ്ട് എടുത്തിടുമല്ലോ, അതേ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ കുറേശ്ശെ എടുത്ത് കൈ കൊണ്ട് തന്നെ ചെറിയ ഇതായിട്ട് നീട്ടിയെടുക്കുന്നു. നമ്മൾ മീഡിയം ഫ്ലെയിമിനകത്തിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി. അപ്പൊ ഏകദേശം റെഡിയായി വന്നിട്ട് നമുക്ക് കോരാം. ഇതേപോലെ എല്ലാം ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. കണ്ടോ? ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോട്ടെ.